18-ാം അധ്യായം സൂറത്തുൽ കഹഫിലെ 23-24 വചനങ്ങളുടെ അവതരണ പശ്ചാത്തലം. മക്കയിലെ ചില ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൽ സംശയമുണ്ടായിരുന്നു. അദ്ദേഹത്തെ പരീക്ഷിക്കാനായി അവർ മദീനയിലെ ജൂത പണ്ഡിതന്മാരുടെ സഹായം തേടി. പ്രവാചകൻ സത്യസന്ധനാണോ എന്നറിയാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പണ്ഡിതന്മാർ ഖുറൈശികളോട് നിർദ്ദേശിച്ചു. പണ്ടുകാലത്ത് നാടുവിട്ടുപോയ ആ യുവാക്കളുടെ കഥയെന്ത്? ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും സഞ്ചരിച്ച ആ വ്യക്തി ആരാണ്? ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ താങ്കൾ സത്യപ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം എന്നവർ വെല്ലുവിളിച്ചു. ആത്മവിശ്വാസത്തോടെ പ്രവാചകൻ പറഞ്ഞു, നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. എന്നാൽ ഈ വാക്ക് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ അദ്ദേഹം വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചതുപോലെ അടുത്ത ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. ദിവസങ്ങളോളം വഹി ലഭിച്ചില്ല. മറുപടി നൽകാമെന്ന് പറഞ്ഞിട്ട് വരാത്തതിനാൽ ഖുറൈശികൾ നബിയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. തനിക്ക് വഹി നിലച്ചുപോയോ എന്നോർത്ത് പ്രവാചകൻ അതീവ ദുഃഖിതനായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ കഹഫുമായി എത്തി. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയോടൊപ്പം തന്നെ ഭാവിയിൽ ഒരു കാര്യം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ കഹഫിലെ 23-24 വചനങ്ങളിൽ ഉണർത്തി. യാതൊരു കാര്യത്തെപ്പറ്റിയും നിശ്ചയമായും ഞാനത് നാളെ ചെയ്യാം എന്ന് നീ പറഞ്ഞു പോകരുത്, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നല്ലാതെ. ഭാവിയിലെ കാര്യങ്ങൾ